ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഇവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സ്റ്റഡി അബ്രോഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഒരുപാട് പേര് സ്റ്റഡി അബ്രോഡിൻ്റെ അഡ്മിഷൻസും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിനെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നതും ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കുന്നുണ്ട് യു കെയിലേക്ക് വരാനായിട്ട്. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും വീണ്ടും യു കെയിലേക്ക് വരാൻ തയ്യാറാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന യു കെയിലുള്ളവർ പറയും, ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം നെഗറ്റീവ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്? അതെ, ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ കൂടി ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്നും ഒരുപാട് പേര് യു കെയിലേക്ക് വരാൻ തയ്യാറാവുന്നുണ്ടും എന്നുള്ളത് വേറൊരു പച്ചയായ സത്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും അത് തോന്നി തുടങ്ങി. കാരണം പണ്ടെല്ലാം നമ്മളിവിടെയുള്ള ഓരോ വീഡിയോസും യു കെയിലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഓരോ സ്ഥലങ്ങളെ കുറിച്ചും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ പലർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ക്ലാരിറ്റി കിട്ടാതായതുകൊണ്ട് തന്നെ വീണ്ടും ഒരുപാട് പേര് ആശയക്കുഴപ്പത്തിലും പലരും ട്രബിളൊക്കെ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് എൻ്റെയിലൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ വിളിക്കാൻ ചെയ്യുക. വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാത്തിനുപരി ഇപ്പോൾ നമ്മൾ സർവീസുകൾ പണ്ട് എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക? വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സർവീസുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. സോ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള സർവീസും ജെന്യൂനായിട്ടുള്ള സപ്പോർട്ടും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കും. കാരണം ഒരുപാട് റിക്വസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ 2024 ഏത് കോഴ്സും ആവട്ടെ, നിങ്ങൾക്കൊരു അഡ്മിഷൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് മുഴുവൻ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിപ്പോൾ മറ്റൊരു ഏജൻസിയിൽ എന്തായാലും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്കത് അവരെന്തൊക്കെ പറയും, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവർ ജെന്യൂനാണ്. അവർ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അവർ ഉടായ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ചാനലിൽ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഡോക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ചാനലിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. മറ്റുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. സോ ഗൈസ്, സ്റ്റാർട്ട് ചെയ്യാം. യു കെയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യു കെയിൽ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത്. കുറച്ച് നാളുകൾ മുന്നേ വരെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ സ്ക്രാപ്പ് ചെയ്യാനും ഗ്രാജുവേറ്റ് റൂട്ട് വിസ എടുത്തു മാറ്റാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ നമ്മൾ എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം യു കെയിലെ മുന്നത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ റോബർട്ട് ജെൻറിക് ഇതെടുത്ത് മാറ്റാനും സ്ക്രാപ്പ് ചെയ്യാനും, അതുമാത്രമല്ല പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് മുറവിളികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് മാറ്റുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഈ മെയ് 14 ഒരു അപ്ഡേറ്റ് വന്നു, അത് എടുത്ത് മാറ്റുന്നില്ല, അത് നിലനിർത്തുകയാണ്. സോ ഇനി വരുന്ന സ്റ്റുഡൻസിനും ഈ ഗ്രാജുവേറ്റ് റൂട്ട് വിസ ലഭ്യമാണ്. ഇനി ഞാൻ പറയാം എങ്ങനെയുള്ള സ്റ്റുഡൻസാണ് ഇപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് പണ്ടത്തെ പോലെ ഒരു വലിയ റഷൊന്നുമില്ല, ഒരു തള്ളിക്കയറ്റം യു കെയിലേക്കില്ല. അതിനിപ്പോൾ ഏജൻസികൾ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ തള്ളിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു തള്ളിക്കയറ്റമില്ല. യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സീറ്റ് ക്ലോസ് ആവും, ഇപ്പോൾ സീറ്റ് അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ വന്നുടായ്പാണ്, തട്ടിപ്പാണ്. ഇവിടെ സീറ്റുകൾ ഇപ്പോഴും ഒഴിവാണ്. കാരണം ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക് കണക്ക് അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഏകദേശം 80,000 മേലെയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഈ വർഷം ഈ 3 മാസം കൂടിയിട്ട് ഇവിടെ ആകെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് വെറും 40,000 പേരാണ്. അതായത് പകുതിയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. സീറ്റുകൾ കാലി. ഇന്നത്തെ ന്യൂസ് അനുസരിച്ചിട്ട് യു കെയിലെ യൂണിവേഴ്സിറ്റികൾ സീറ്റുകൾ ഡ്രോപ്പ് ആവുന്നു, സീറ്റുകൾ ആരും എടുക്കുന്നില്ല, കോഴ്സ് എടുക്കുന്നില്ല എന്നുള്ള വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള ന്യൂസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏജൻസികളുടെ തട്ടിപ്പ് ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു, സീറ്റ് കോഴ്സുകൾ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ഇനി സീറ്റ് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉടായ്പ്. സോ അങ്ങനെയുള്ളവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കുള്ള അഡ്മിഷൻ്റെ അസിസ്റ്റൻസ് നമ്മൾ തരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിലേക്ക് വരുന്നവർ പണ്ടത്തെ പോലെ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് കയറി വരിക എന്നുള്ളത് വൻ ഉടായ്പാണ്. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഏജൻസികൾ പറയുവാണ്, നിങ്ങളൊരു MBA എടുത്തോ, നിങ്ങളൊരു HR എടുത്തോ, നിങ്ങളൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് എടുത്തോ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് എടുത്തോ എന്ന് പറഞ്ഞ് നിങ്ങൾ കയറ്റി വിടുന്നുണ്ടെങ്കിൽ അവന്മാർക്ക് വെറും ബിസിനസ് മാത്രമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് തലയിൽ കയറ്റി വെച്ച് യു കെയിലേക്ക് വിടുക. പിന്നെ പല ഇതിൽ അപ്രോച്ച് ചെയ്യുന്ന, അതായത് ഇപ്പോൾ കാൻഡിഡേറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള തെറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കാണിച്ച് യു കെയിലേക്ക് വരിക എന്നുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇവർക്ക് കൂടുതലും ഇങ്ങനെയുള്ള സജഷൻസ് കൊടുക്കുക. MBA, HR അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് ഒരു ഗുണമില്ലാത്ത കുറേ കോഴ്സുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, HR ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ബിസിനസ് പ്രൊഫഷണലാണ്, നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അതിനൊരു കുറച്ചും കൂടി കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സ് എടുക്കുക, അങ്ങനെയുള്ളവർക്ക് ഇത് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ. ഒരു ഫ്രഷറായിട്ട് വരുന്ന പുള്ളിക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് കൊടുത്തിട്ട് യു കെയിലൊരു ജോബ് നേടാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭൂലോകൂടായിട്ടുള്ള ഏജൻസികളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പറഞ്ഞ MBA, HR ഈ കാരണങ്ങളൊക്കെ ഒരു നാട്ടിൽ നിന്ന് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾ ഈ പറഞ്ഞ കോഴ്സുകൾ എടുത്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷറായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത 0 തൊട്ട് 10% വരെയാണ്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് എടുത്തിട്ട് പിന്നെ അത്രയ്ക്കും ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസ് ഇതേ ഫീൽഡിൽ നേടിയ ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എല്ലാം പറയുമ്പോൾ എല്ലാം വളരെ വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് പറയണമല്ലോ അല്ലേ. അതുമാത്രമല്ല ഇപ്പോഴത്തെ സാലറി ത്രഷോൾഡ് ഉയർത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിട്ട് അതൊരു തിരിച്ചടി തന്നെയാണ്. ഫ്രഷേഴ്സിന് ഇവിടെ ജോബ് ഓഫർ ഇപ്പോൾ കിട്ടുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻസികൾ ഇവിടെ വന്ന് പഠിക്കൂ, ജോലി നേടൂ എന്നൊക്കെ പറയണം, അവരുടെ കരണക്കുറ്റി നോക്കി അടിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. ഇനി UK വന്ന് പഠിക്കാൻ വരുന്നവർക്ക് ഒരേ ഒരു ഗ്യാരണ്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. നിങ്ങൾ UK ഒരു കോഴ്സ് എടുത്ത് വന്ന് പഠിക്കുകയാണെങ്കിൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 2 ഇയേഴ്സിനകത്ത് നിങ്ങൾ ഈ കോഴ്സ് എടുക്കാനിട്ട പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് നല്ല രീതിയിൽ പണിയെടുക്കുകയാണെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നൊന്ന് ഇവിടെ കോഴ്സിന് വന്നിട്ട് ഒരു കോഴ്സ് എടുത്തിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസ് അടയ്ക്കാമെന്ന് പറയുന്നവനും ഉടായ്പാണ്. ഞങ്ങൾ അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ടൊരു അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസ് അടയ്ക്കുന്ന പരിപാടികൾ പറ്റുന്നില്ല. ഇനിയിപ്പോൾ പല ഏജൻസികളും പറയുന്നുണ്ടാവും ഞങ്ങളെ പിള്ളേർക്ക് അങ്ങനെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഫീസ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർ ഇല്ലീഗലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇന്നില്ലെങ്കിൽ നാളെ പിടിച്ചപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ അടച്ചതും പോയതും എല്ലാം കൂടിയിട്ട് അവർക്ക് നാട്ടിൽ ഉള്ളതുമില്ല കിട്ടിയതുമില്ല എന്നുള്ള രീതിയിലേക്ക് പോകും എന്നുള്ളതും ഉറപ്പിക്കുക. സോ മാന്യമായിട്ട് ജെനുവനായിട്ട് UK റൂൾസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പണിയെടുക്കുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടൊന്നും ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. ഏജൻസികളുടെ ഇതൊക്കെ പറയുന്ന ഏജൻസികളൊക്കെ സൂക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതുമാത്രമല്ല ഏജൻസികൾ പല കാര്യങ്ങളും പറയും, പല യൂണിവേഴ്സിറ്റികൾ എടുക്കുക, അതായത് ഫീസ് വളരെ കൂടിയ യൂണിവേഴ്സിറ്റി എടുക്കുക, എന്നാലാണ് ഏജൻസിക്ക് ഫീസ് കമ്മീഷൻ നല്ല രീതിയിൽ ബൾക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫീസ് 18ഉം 20ഉം ഒക്കെ പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒരു കാര്യമൊന്നുമില്ല, ഒരു ഗുണവുമില്ല. അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് എടുക്കുക, ഫീസ് കുറവായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എടുക്കുക. എന്തിനാണ് ഇത്രയും വലിയ ഒരു നമുക്ക് PSW നമുക്ക് കുറച്ച് ലാഭവും കൂടി വേണം. നമ്മൾ ഇവിടെ വന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മാത്രം പോരാ, ലാഭവും കൂടി വേണം. ഒന്ന് മറ്റൊരു കേസ് ഞാൻ പറയട്ടെ, യൂണിവേഴ്സിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് PSW കിട്ടും കൂടി ഉറപ്പ് വരുത്തുക ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ട്രബിളാണ് ഇപ്പോൾ. നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ ഏജൻസികൾ പറയുന്നുണ്ടെങ്കിൽ ഉടായ്പ ഏജൻസിയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSW കൂടി കിട്ടണം. പല യൂണിവേഴ്സിറ്റികളും UK തോൽപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് വാദിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട്, കാരണം തോറ്റവരെ കൊണ്ട് നമ്മൾ ലൈവിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാം. അത് മാത്രമല്ല അതിൻ്റെ താഴത്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ പേരും കാണാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയേണ്ട ആവശ്യമില്ല. ആ വീഡിയോയുടെ താഴത്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പോയിട്ട് കാണുക, വായിക്കുക, എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിക്ക് അതൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്, ന്യൂസുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും വായിച്ചു നോക്കുക. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവണം. അതിന് പാസ്സാവാൻ പറ്റിയ റിലയബിൾ ആയിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മൾക്കറിയാം അത്ര പൊട്ടന്മാരൊന്നല്ല വരുന്നത് നമ്മുടെ പിള്ളേർ വരുന്നത്. സോ പക്ഷേ ഈ ചില യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്സാവുന്ന യൂണിവേഴ്സിറ്റീസ്, പിള്ളേരുടെ കൂടുതൽ റിവ്യൂസ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതിന് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക, ഞങ്ങളല്ല, ഏജൻസികളല്ല ഹോംവർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ആ യൂണിവേഴ്സിറ്റികൾ ചോദിച്ച് അഡ്മിഷൻ എടുക്കുക. അറ്റ്ലീസ്റ്റ് ഇട്ട പൈസയെങ്കിലും തിരിച്ച് കിട്ടണ്ടേ, ഇല്ലെങ്കിൽ അത് കിട്ടാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലോ. പണ്ടെല്ലാം നമുക്ക് കെയർ വിസകളുണ്ട്. കെയർ വിസയിൽ ഇപ്പോൾ ഡിപ്പെൻഡൻസ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും കെയർ വിസയുണ്ട്, പക്ഷേ ഡിപ്പെൻഡൻസ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കെയർ വിസയെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങളറിയാം കോഴ്സ് ഫിനിഷ് ചെയ്യണം, സക്സസ്ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യണം. കോഴ്സ് ഡ്രോപ്പ് ആക്കിയിട്ട് ഇട്ടിട്ടോ എടുത്തിട്ടോ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കെയർ വിസ പണ്ടത്തെ പോലെ കിട്ടൂല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ കുറച്ച് ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നെ നേരിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പറഞ്ഞു തരാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, പാസ്സാവുന്ന യൂണിവേഴ്സിറ്റീസ് എടുക്കുക, PSW ഉറപ്പ് വരുത്തുക. ഈ കാര്യം നിങ്ങൾ വരുന്നതാണ്. ഏജൻസി ഇത് ഒരിക്കലും പറയില്ല. ഏജൻസിയുടെ അടുത്ത് നിങ്ങൾ തോൽപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജൻസി വായ തുറന്ന് പറയൂ, ഇല്ല പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ യൂണിവേഴ്സിറ്റി ആയിരിക്കും കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കാം. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും താഴത്ത് നമ്മുടെ 1-to-1 കൺസൾട്ടേഷൻ്റെ ലിങ്ക്, ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി അബ്രോഡിൻ്റെ 1-to-1 കൺസൾട്ടേഷൻ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നോക്കി സംസാരിച്ച് മനസ്സിലാക്കാം. UK വരുന്ന സമയത്ത് ഇത്രയ്ക്കൊരു മൈൻഡ് സെറ്റ് ചെറിയ രീതിക്കൊന്ന് മാറ്റുക. ഇവിടെ വന്ന് ജോലി കിട്ടും എന്നുള്ള ഒരു വിചാരത്തിൽ വരുന്നവർ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യുക, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുക എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈമിൻ്റെ പുറകിലോട്ട് ഓടരുത്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ UK വരുമ്പോൾ കൂടുതലും പൂർണ്ണമായിട്ടുള്ള ഫീസ് അടച്ചിട്ട് വരിക. കാരണം നമ്മുടെ തലവേദന
ഉണ്ടാവരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ ഫീസ് അടച്ചിട്ട് വരിക. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്ത് അടയ്ക്കുക എന്ന് പറയുവാണെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് പഠനത്തെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു മെൻറ്റാലിറ്റി PSW മാത്രം ഫോക്കസ് ചെയ്യുക. PSW കിട്ടും എന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ മുന്നോട്ട് വരിക, അതിനുള്ള യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ പാർട്ട് 1 ആണ്, കൂടുതൽ വലിപ്പിക്കുന്നില്ല. സോ അധികമായിട്ടൊക്കെ ചാനൽ ഇൻഫർമേറ്റീവ് കൊച്ചു ചാനലാണ്. അത് മാത്രമല്ല അഡ്മിഷൻസിന് എന്ത് ഡൗട്ട്സിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താഴത്ത് ഗൂഗിൾ ഡോക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിന് മാത്രം ടോപ്പ് മേറ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോൺടാക്ട് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം.